ദൈവത്തെ പറ്റിയുള്ള അറിവ് സഭയുടെ വീക്ഷണത്തിൽ. പരിശുദ്ധ മാതാവായ സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ വസ്തുക്കളുടെയും അതികാരണവും പരമാന്ത്യവുമായ ദൈവത്തെ മനുഷ്യന് തൻ്റെ സ്വാഭാവിക ബുദ്ധിപ്രകാശത്തിൽ സൃഷ്ടവസ്തുക്കളെ കുറിച്ചുള്ള പരിചിന്തനം വഴി നിസ്സംശയം അറിയുന്നതിന് കഴിയും. ഈ കഴിവ് മനുഷ്യനില്ലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ വെളിപാട് സ്വീകരിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ആയതുകൊണ്ടാണ് മനുഷ്യന് ഈ കഴിവ് ഉണ്ടായിരിക്കുന്നത്. എങ്കിലും മനുഷ്യൻ അവന്റെ ചരിത്രപരമായ സാഹചര്യങ്ങളിൽ സ്വന്തം ബുദ്ധിപ്രകാശം കൊണ്ട് മാത്രം ദൈവത്തെ അറിയുന്നതിൽ നിരവധി വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നു. തന്റെ പരിപാലനയിൽ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തോടു കൂടിയ ഏകദൈവത്തെപ്പറ്റി യഥാർത്ഥവും സംശയരഹിതവുമായ ജ്ഞാനം ആർജിക്കുന്നതിന് കൃത്യമായി പറഞ്ഞാൽ മനുഷ്യന്റെ സ്വാഭാവിക സിദ്ധിയും ബുദ്ധിപ്രകാശവും ശക്യമാണ്. അതുപോലെ തന്നെ സൃഷ്ടാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പ്രകൃതി നിയമം അറിയുന്നതിനും സ്വാഭാവിക ബുദ്ധിപ്രകാശം നമ്മെ പ്രാപ്തമാക്കുന്നു. എന്നിരുന്നാലും മനുഷ്യയുക്തിയുടെ സ്വാഭാവിക കഴിവുകളെ സമർത്ഥമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതിന് അവൻ തരണം ചെയ്യേണ്ട പ്രതിബന്ധങ്ങൾ നിരവധിയാണ്. കാരണം ദൈവ മനുഷ്യ ബന്ധങ്ങളെ സംബന്ധിക്കുന്ന സത്യങ്ങൾ ഐന്ദ്രിയ മണ്ഡലത്തിൽ നിന്ന് തീർത്തും അതീതമാണ്. ഈ സത്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടവയും മനുഷ്യന്റെ പ്രവൃത്തിയെ സ്വാധീനിക്കേണ്ടവയുമാണെങ്കിൽ അവ ആത്മസമർപ്പണവും സ്വയം പരിത്യാഗവും ആവശ്യപ്പെടുന്നു. ഇന്ദ്രിയങ്ങളുടെയും ഭാവനയുടെയും സ്വാധീന വലയവും ഉത്ഭവ പാപഫലമായ ക്രമരഹിതമായ മോഹങ്ങളും മനുഷ്യ മനസ്സിനെ പ്രസ്തുത സത്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യർ സത്യമാണെന്ന് മനസ്സിലാക്കാൻ തങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അബദ്ധമെന്നോ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം സന്ദേഹപൂർണമെന്നോ കരുതാൻ അവർ താല്പര്യം കാണിക്കുന്നു. ഇത് നിമിത്തമാണ് ദൈവാവിഷ്കരണത്താൽ പ്രകാശിതമാകുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യകമായിരിക്കുന്നത്. മനുഷ്യന്റെ ഗ്രഹണശക്തിക്ക് അതീതമായ കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല ഇത് ആവശ്യമായിരിക്കുന്നത്. പ്രസ്തുത സാമാന്യഗതിയിൽ മനുഷ്യബുദ്ധിയുടെ ഗ്രഹണത്തിനതീതമല്ലാത്ത മതപരവും ധാർമ്മികവുമായ സത്യങ്ങളും ഇങ്ങനെ ദൈവാവിഷ്കരണത്താൽ പ്രകാശിതമാകേണ്ടതുണ്ട്. ഇതിന് കാരണം മനുഷ്യവർഗം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ മനുഷ്യരും അനായാസം ദൃഢതയോടെ അബദ്ധത്തിന്റെ കലർപ്പില്ലാതെ ഈ സത്യങ്ങൾ ഗ്രഹിക്കണമെന്നതാണ്. ദൈവത്തെ പറ്റി സംസാരിക്കുന്നത് എങ്ങനെ? ദൈവത്തെ അറിയാനുള്ള മനുഷ്യബുദ്ധിയുടെ കഴിവിനെ അംഗീകരിക്കുമ്പോൾ എല്ലാ മനുഷ്യരോടും ചേർന്ന് ദൈവത്തെ പറ്റി സംസാരിക്കുന്നതിന് സഭ ആത്മധൈര്യം പ്രകടിപ്പിക്കുന്നു. ഈ ആത്മധൈര്യത്തിൽ നിന്നാണ് മറ്റു മതങ്ങളോടും ദർശനങ്ങളോടും ശാസ്ത്രങ്ങളോടും അതുപോലെ തന്നെ അവിശ്വാസികളോടും നിരീശ്വരവാദികളോടുമുള്ള സംവാദം തുടങ്ങുന്നത്. ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ അറിവ് പരിമിതമാകിയാൽ അവിടുത്തെ പറ്റിയുള്ള നമ്മുടെ ഭാഷയും അങ്ങനെ തന്നെ. സൃഷ്ടികളിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് അറിയുവാനും ചിന്തിക്കുവാനുമുള്ള പരിമിതങ്ങളായ മനുഷ്യോപാധികൾക്ക് അനുസൃതമായി മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. സർവസൃഷ്ടിജാലങ്ങളും ഏറെക്കുറെ ദൈവത്തോട് സാധർമ്മ്യം വഹിക്കുന്നു. എന്നാൽ മനുഷ്യൻ പ്രത്യേകമായ വിധത്തിൽ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. സൃഷ്ടിജാലങ്ങളുടെ നാനാവിധ ഗുണവിശേഷങ്ങൾ അവയുടെ സത്യവും നന്മയും സൗന്ദര്യവും ദൈവത്തിന്റെ അനന്തമായ പരിപൂർണതയുടെ പ്രതിഫലനമാണ്. തന്നിമിത്തം സൃഷ്ടികളുടെ ഗുണവിശേഷങ്ങളിൽ പദം ഊന്നി നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും. കാരണം സൃഷ്ടികളുടെ മഹനീയതയിൽ നിന്ന് സൗന്ദര്യത്തിൽ നിന്നും അവയുടെ സൃഷ്ടാവിനെ ബുദ്ധിപരമായി ദർശിക്കാൻ കഴിയും. ദൈവം സർവസൃഷ്ടികൾക്കും അതീതനാണ്. അതിനാൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭാഷയിൽ പരിമിതവും ഭാവനാബദ്ധവും അപൂർണവുമായ എല്ലാറ്റിനെയും നാം നിരന്തരം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ മാനുഷിക അവതരണങ്ങളെ അവർണ്ണനീയവും അഗ്രാഹ്യവും അദൃശ്യനും ബുദ്ധിക്ക് അതീതനുമായ ദൈവവുമായി കൂട്ടിക്കുഴയ്ക്കാനിടയുണ്ട്. മാനുഷിക വാക്കുകൾ ദൈവരഹസ്യത്തെ
വ്യക്തമാക്കാനുള്ള ശ്രമത്തിൽ എപ്പോഴും അപര്യാപ്തമാണ്. ദൈവത്തെക്കുറിച്ച് ഇപ്രകാരം സംസാരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഭാഷയിൽ മാനുഷികമായ ആവിഷ്കരണ രീതികൾ നാം സ്വീകരിക്കുന്നു. അവിടുത്തെ അനന്തമായ കേവല സ്വഭാവത്തിൽ അവിടുത്തെ അവതരിപ്പിക്കുവാൻ സാധ്യമല്ലെങ്കിലും അവ ദൈവത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. ഒരു സത്യം നാം ഇവിടെ ഓർത്തിരിക്കണം. സൃഷ്ടാവും സൃഷ്ടികളും തമ്മിൽ സാമ്യത്തെക്കാളേറെ വ്യത്യാസമാണുള്ളത് എന്ന വസ്തുത അംഗീകരിച്ചാൽ മാത്രമേ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള സാമ്യം കാണിക്കാനാവൂ. അതുപോലെ തന്നെ ദൈവം എന്താണെന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിവില്ല. പ്രത്യുത ദൈവം എന്തല്ല എന്നും ദൈവവുമായി മറ്റുള്ളവ എങ്ങനെ ബന്ധപ്പെടുന്നുവെന്നും നമുക്ക് ഗ്രഹിക്കാനാവും. സംഗ്രഹം: സ്വഭാവത്താലും വിളിയാലും മനുഷ്യൻ മാതാത്മക ജീവിയാണ്. ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് പോകുന്ന മനുഷ്യൻ സ്വമനസ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഒരു മനുഷ്യ ജീവിതം അവന് സാധ്യമാവൂ. മനുഷ്യൻ ദൈവത്തോടുള്ള സംസർഗത്തിൽ ജീവിക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവിടുന്ന് അവൻ ആനന്ദം കണ്ടെത്തുന്നു. ഞാൻ പൂർണ്ണമായും നിന്നോട് ഐക്യപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഒരിക്കലും ദുഃഖമോ ദുരിതങ്ങളോ ഇല്ല. നിന്നെക്കൊണ്ട് ഞാൻ നിറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമാകും. സൃഷ്ടിയുടെ സന്ദേശവും മനസ്സാക്ഷിയുടെ സ്വരവും ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ മനുഷ്യന് എല്ലാത്തിൻ്റെയും സമാരംഭവും പരമാന്ത്യവുമായ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഉറപ്പ് ലഭിക്കുന്നു. നമ്മുടെ സൃഷ്ടാവും കർത്താവുമായ ഏകസത്യ ദൈവത്തെ അവിടുത്തെ സൃഷ്ടവസ്തുക്കളിൽ നിന്നും മനുഷ്യബുദ്ധിയുടെ സ്വാഭാവിക പ്രകാശം കൊണ്ടും ഉറപ്പായി അറിയാൻ കഴിയും എന്ന് സഭ പഠിപ്പിക്കുന്നു. അനന്ത പരിപൂർണനായ ദൈവത്തോട് സൃഷ്ടികൾക്ക് സാധർമ്മ്യം നൽകുന്ന നിരവധി ഗുണവിശേഷങ്ങളിൽ നിന്ന് തുടങ്ങി ദൈവത്തെക്കുറിച്ച് നമുക്ക് തീർച്ചയായും സംസാരിക്കാൻ കഴിയും. എന്നിരുന്നാലും അവിടുത്തെ രഹസ്യം പൂർണ്ണമായി പ്രകാശിപ്പിക്കുവാൻ നമ്മുടെ പരിമിത ഭാഷയ്ക്ക് കഴിയുകയില്ല. സൃഷ്ടാവിൻ്റെ അഭാവത്തിൽ സൃഷ്ടി തിരോധാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ അറിയാത്തവർക്കോ അവിടുത്തെ നിഷേധിക്കുന്നവർക്കോ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രകാശം എത്തിക്കുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം തങ്ങളെ നിർബന്ധിക്കുമെന്ന് വിശ്വാസികൾ അറിയുന്നത്.